നമസ്കാരം. ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി അമേരിക്കൻ ഏജൻസിയായ USAID $21 മില്യൺ ഇന്ത്യയിൽ ചിലവാക്കി എന്ന് ആദ്യം വെളിപ്പെടുത്തിയത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തൻ്റെ മുൻഗാമി ചെയ്ത ആ അബദ്ധം വിളിച്ചു പറയുകയും ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാണ് അത്രേ അമേരിക്ക ഇത്തരത്തിൽ ഒരു $21 മില്യൺ ചെലവഴിച്ചത്. പക്ഷേ അങ്ങനെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് എന്തിനാണ് അമേരിക്കയുടെ പണം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒരു നിരീക്ഷണവും നടത്തി. നേരത്തെ ഇരുന്ന ബൈഡന് ഇന്ത്യയിൽ മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മാറ്റി മറ്റാരെയെങ്കിലും ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചതായിരിക്കാം എന്നൊരു നിഗമനവും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വച്ചു. ആ ഒരു പ്രസ്താവന ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് പിന്നീട് തിരികൊളുത്തിയത്. BJP രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പിന്നീട് ചെയ്തത്. അതായത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേയാണ് ലണ്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ പോയി ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലുകൾ ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന അങ്ങേറ്റം രാജ്യദ്രോഹപരമാണ് എന്ന് BJP പിന്നീട് തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണോ ഈ $21 മില്യൺ വന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസിനോടും സോണിയാഗാന്ധിയോടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടും BJP ചോദിച്ചത്. പക്ഷേ കൗതുകകരമെന്ന് പറയട്ടെ, ഇതുവരെ BJPയുടെ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറഞ്ഞിട്ടില്ല. സത്യത്തിൽ പിടിക്കപ്പെടുമോ എന്ന ഒരു ആശങ്കയിലാണ്. കാരണം ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന അത് ഞങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ USAID $21 മില്യൺ ഇവിടെ ചിലവഴിച്ചിരിക്കുന്ന എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന വെളിപ്പെടുത്തൽ. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷിച്ചു വരുന്നു എന്ന ഒരു പ്രസ്താവനയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഈ $21 മില്യൺ ആര് വാങ്ങി, എന്തിനു വാങ്ങി, അതുപയോഗിച്ച് എന്തു ചെയ്തു എന്നൊക്കെ കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നും അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തമായ പിന്തുണയും അതുപോലെ തന്നെ തെളിവുകൾ കൈമാറുന്നതടക്കമുള്ള സഹായവും അവർ ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് കാണാത്തത്. എന്തായാലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില പത്രങ്ങളും മറ്റു ചില ഏജൻസികളും ഈ വിഷയത്തിൽ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് BJP ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവർ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാക്ട് ചെക്കിംഗ് ആർട്ടിക്കിൾ നടത്തിയത്. അതായത് ഇങ്ങനെ ട്രംപ് പറയുന്നുണ്ട് $21 മില്യൺ ഇന്ത്യയിൽ ചിലവഴിച്ചു, അത് സത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു ലേഖനമാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചത്. ആ ലേഖനത്തിൻ്റെ അവസാനം അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഈ $21 മില്യൺ ചിലവഴിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ട്രംപിനത് തെറ്റിപ്പോയതാണ്. ഈ തുക ചിലവഴിച്ചിരിക്കുന്നത് ഇന്ത്യയിലല്ല, മറിച്ച് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടുപിടിച്ചിരിക്കുന്നതും അങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. ഇത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് ഇതിലുള്ള താല്പര്യം എന്ത് എന്നാണ് BJP ചോദിക്കുന്നത്. അതിന് ഉത്തരവും അവർ പറയുന്നുണ്ട്. അതായത് ഒരു ഒമിഡിയാർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് USAIDൻ്റെ ഫിനാൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ്വർക്കാണ് ഈ ഒമിഡിയാർ എന്ന് പറയുന്നത്. ആ സംഘടനയ്ക്ക് USAIDുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ഇവർക്ക് ഫണ്ട് ചെയ്തിരുന്നത് ജോർജ് സോറോസിൻ്റെ NGO ആയിട്ടുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ്. ഇത് വളരെ വ്യക്തമായി ഈ രണ്ട് സംഘടനകളുടെയും വെബ്സൈറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും BJP പറയുന്നുണ്ട്. ഇനി ഈ ഫാക്ട് ചെക്ക് ലേഖനം എഴുതിയ മാധ്യമപ്രവർത്തകനായ ജയ് മജുംദാർ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ICIJ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക സംഘടനയിലെ അംഗമാണ്. ഈ ICIJ എന്ന് പറയുന്ന പത്രപ്രവർത്തക സംഘടന വിവാദ പത്രപ്രവർത്തക സംഘടനയായ അന്താരാഷ്ട്ര പത്രപ്രവർത്തക സംഘടനയായ OCCRPOയുടെ ഘടകമാണ് എന്നാണ് ഇപ്പോൾ BJP ആരോപിച്ചിരിക്കുന്നത്. അതായത് OCCRP ആണ് ജോർജ് സോറോസിന് വേണ്ടി ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മാധ്യമപ്രവർത്തകരെ ഒരുമിപ്പിച്ചത് ഈ OCCRP എന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഘടകമായിട്ടുള്ള ICIJയിലെ അംഗമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ
പറയുമ്പോൾ ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്ന് വിവരിച്ചുകൊണ്ട് ഒരു ഫാക്ട് ചെക്കിംഗ് ലേഖനം എഴുതിയത്. അതിൽ BJP ഒരിക്കൽ കൂടി ആരോപിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് എന്തിനാണ് ഇക്കാര്യത്തിൽ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുന്നത്? കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് പറയുന്നത് ഞങ്ങൾ $21 മില്യൺ ചെലവഴിച്ചു എന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനും മറ്റ് ഏജൻസികൾക്കുമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഇക്കാര്യത്തിൽ കൂടുതൽ അറിയാവുന്നത് എന്ന ചോദ്യമാണ് BJP ചോദിക്കുന്നത്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇത് ഒരു തവണ അബദ്ധത്തിൽ പറഞ്ഞതൊന്നുമല്ല. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായി ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പല പരിപാടികളിൽ വെച്ച് എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം അത് പറയുന്നു, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിന് വളരെ കൃത്യമായ വിശദമായ വിവരങ്ങളുണ്ട്. എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന ഒരു വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ശേഖരിച്ചതും ആദ്യ പ്രസ്താവന നടത്തിയതും. ഇങ്ങനെ ലോകരാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിക്കൊണ്ടിരുന്ന അർത്ഥശൂന്യമായ പലതരത്തിലുള്ള സഹായങ്ങളും വേണ്ട എന്ന് വയ്ക്കുവാൻ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് USAID ഇന്ത്യയിൽ നടത്തിയ ചെലവഴിക്കലുകളെക്കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും പുറത്തു വരുന്നതും അത് നിർത്തലാക്കുന്നു എന്ന് അമേരിക്ക പറയുന്നതും. അതായത് ഇന്ത്യക്ക് അമേരിക്ക സഹായം നിർത്തലാക്കി എന്ന തലക്കെട്ടോടുകൂടിയാണ് പല മാധ്യമങ്ങളും ഇത് പ്രസിദ്ധീകരിച്ചതെങ്കിലും അത് അങ്ങനെ ഒരു ഡയറക്റ്റ് സഹായമായിരുന്നില്ല. അത് ചില NGOകൾ വഴി ഇന്ത്യയിലെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ, ഇന്ത്യയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ താഴെയിറക്കാൻ, അടുത്ത തിരഞ്ഞെടുപ്പിൽ ചില മാനിപ്പുലേഷനുകൾ വരുത്താൻ ഒക്കെയായി ചെലവഴിക്കപ്പെട്ട തുകയാണ് എന്നാണ് പിന്നീട് വിശദമായ വിവരങ്ങൾ വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാവും. അതിന് അമേരിക്കയുടെ സഹായവും ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.